എസ് അജികുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ ഓർമ്മ. മഞ്ഞു പൊഴിയുന്ന ഒരു ഡിസംബർ രാത്രിയിലാണ് അത് സംഭവിച്ചത്. സുഹൃത്തിനെ യാത്രയാക്കി ഞാൻ ബൈക്കിൽ മടങ്ങുകയായിരുന്നു. ഹൈവേയിലെത്തി. കുറച്ചു ദൂരം പിന്നിട്ട് കാണും. ദൂരെ എതിർദിശയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ബസ് പെട്ടെന്ന് ബ്രേക്കിട്ട് നിന്നു. അടുത്ത നിമിഷം അത് വീണ്ടും ലക്ഷ്യത്തിലേക്ക് കുതിച്ചു. എന്നെ കടന്നു പോകുമ്പോൾ ബസ്സിന് നല്ല വേഗതയുണ്ടായിരുന്നു. ആ ബസ് നിർത്തിയ സ്ഥലം എത്തിയപ്പോൾ ഒരാൾ കൈ ഉയർത്തി ലിഫ്റ്റ് ചോദിച്ചു. ആ ബസ്സിൽ വന്നിറങ്ങിയ ആളാണതെന്ന് വ്യക്തം. റോഡിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. രാത്രികാലങ്ങളിൽ അപരിചിതർക്ക് ലിഫ്റ്റ് കൊടുക്കുന്നത് റിസ്ക്കാണെന്നറിയാം. എങ്കിലും ബൈക്ക് നിർത്താൻ തന്നെ തീരുമാനിച്ചു. അയാൾക്കെന്തോ പറയാനുണ്ടെന്നും അയാൾ ഏതോ പ്രശ്നത്തിലാണെന്നും തോന്നി. അതെന്താണെന്നറിയാനുള്ള കൗതുകം അത്ര തന്നെ. കാര്യമായ എന്തോ സംഭവിച്ചിട്ടുണ്ട്. സ്റ്റോപ്പില്ലാത്തിടത്ത് ബസ് ഇറങ്ങി എതിർദിശയിലേക്ക് പോകുന്ന ബൈക്കിന് കൈ കാണിക്കണമെങ്കിൽ അസാധാരണമായി എന്തോ സംഭവിച്ചിട്ടുണ്ടാവണം. മാത്രമല്ല, അയാളുടെ ചലനങ്ങളിലെ ധൃതിയും അപേക്ഷാഭാവവും ആ ഇരുട്ടിൽ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞു. അയാൾ നിന്നിടത്ത് നിന്ന് കുറച്ച് അകലെയാണ് ബൈക്ക് നിർത്താനായത്. പെട്ടെന്ന് ഓടിയെത്തിയ അയാൾ കിതച്ചിട്ടെന്ന പോലെ എന്തൊക്കെയോ പറഞ്ഞു. ഭീതിയോ സങ്കോചമോ കാരണം അവ്യക്തമായി സംസാരിച്ച അയാളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതാണ്. അന്ന് അയാളുടെ വിവാഹ വാർഷികമായിരുന്നു. അതാഘോഷിക്കാനായി അയാളും ഭാര്യയും രാവിലെ സിറ്റിയിലെത്തി. 2 വയസ്സായ അവരുടെ കുഞ്ഞും ഒപ്പം ഉണ്ടായിരുന്നു. അവർ പലയിടത്തും കറങ്ങി. ഒടുവിൽ കുറച്ചുനേരം ചിലവിടാമെന്ന് കരുതി ബീച്ചിലുമെത്തി. അപ്പോൾ വൈകുന്നേരമായിരുന്നു. ഉല്ലാസപൂർവ്വം പലതും പറഞ്ഞും കുഞ്ഞിനെ ഓമനിച്ചും അവിടെ തുടരുന്നതിനിടെ പെട്ടെന്ന് ഓർത്ത പോലെ ഭാര്യയും കുട്ടിയും അവിടെ ഇരിക്കാൻ പറഞ്ഞ് അയാൾ സിഗരറ്റ് വാങ്ങാനായി ബീച്ച് റോഡിലേക്ക് ഇറങ്ങി. അയാൾക്ക് മുന്നിൽ അതേ സമയത്ത് തന്നെ ബീച്ച് റോഡിൽ ഒരു വാഹന അപകടം നടന്നു. കാറും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. ബൈക്കിൽ വന്ന ദമ്പതികളും കുഞ്ഞും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച. അയാൾക്കത് നോക്കി നിൽക്കാനായില്ല. അയാളും മറ്റു ചിലരും കൂടി അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബൈക്ക് ഓടിച്ചിരുന്നയാൾ മരിച്ചു. അയാളുടെ ഭാര്യയുടെയും കുട്ടിയുടെയും പരിക്കുകൾ നിസ്സാരമാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. മരിച്ചയാളുടെ വിലാസം തേടിപ്പിടിച്ച് വിവരം ബന്ധുക്കളെ അറിയിച്ചു. അവരെത്തും വരെ കാത്തിരുന്നു. ആശുപത്രി വിട്ടിറങ്ങുമ്പോൾ അയാൾ നന്നേ ക്ഷീണിതനായിരുന്നു. അതുകൊണ്ടാവാം യാന്ത്രികമായി അയാൾ നടന്നെത്തിയത് താൻ പതിവായി ബസ് കാത്തു നിൽക്കാറുള്ള ജംഗ്ഷനിലാണ്. ഹോസ്പിറ്റൽ റോഡിലുള്ള ബാങ്കിലാണ് അയാൾ ജോലി ചെയ്തിരുന്നത്. അധികം താമസിയാതെ ബസ് കിട്ടി. അയാൾ കയറിയ ബസ് ബീച്ചും റോഡും പിന്നിട്ട് 7-8 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഞെട്ടലോടെ തൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കാര്യം അയാൾക്ക് ഓർമ്മ വന്നത്. ഒരു നിമിഷം അയാൾക്ക് തൻ്റെ തല പിളരുന്നതായി തോന്നി. അവരെ ബീച്ചിലിരുത്തി റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണല്ലോ അപകടം പറ്റിയവരെയും കൊണ്ട് അയാൾ ആശുപത്രിയിലേക്ക് പോയത്. അതായത് ഏതാണ്ട് 4-5 മണിക്കൂർ നേരം അയാൾ തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കുറിച്ച് ചിന്തിച്ചതേയില്ല. ഇപ്പോഴയാൾ തിരക്ക് കൂട്ടുകയാണ്. ഭാര്യയും കുഞ്ഞിനെയും തിരക്കി എത്രയും വേഗം ബീച്ച് റോഡിലെത്തുക. അതായിരുന്നു അയാളുടെ ആവശ്യം. ഒറ്റശ്വാസത്തിൽ അയാൾ പറഞ്ഞവസാനിപ്പിച്ച കഥ പെട്ടെന്ന് വിശ്വസിക്കാനായില്ല. എങ്കിലും മറവിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള പല വിചിത്ര കഥകളും ചില അനുഭവങ്ങളും അയാളെ വിശ്വസിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ആ റൂട്ടിൽ ഇനി ബസ്സില്ലെന്ന അറിവും ആ നിസ്സഹായ അവസ്ഥയിൽ അയാളെ അവഗണിച്ച് കടന്നു പോകുന്നത് ശരിയല്ലെന്ന ചിന്തയും കൂടി മനസ്സിലെത്തിയപ്പോൾ അയാളെ സഹായിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ബീച്ച് റോഡിലേക്ക് നീങ്ങുമ്പോൾ അയാളുടെ ഭാര്യയുടെ അവസ്ഥ മനസ്സിൽ കാണാൻ ശ്രമിച്ചു. തന്റെ കഥ വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന ആൾക്കൂട്ടത്തിന് നടുവിൽ കരയുന്ന കുഞ്ഞിനൊപ്പം ഇരുട്ടിലേക്ക് തുറിച്ച കണ്ണുകളോടെ പേടിച്ച് വിറച്ചു നിൽക്കുന്ന യുവതി. ഞങ്ങളെത്തുമ്പോൾ ബീച്ച് റോഡ് ശൂന്യമായിരുന്നു. കുറച്ചകലെ ജംഗ്ഷനിലെ ചെറിയ തട്ടുകടയിൽ കണ്ട 7-8 പേർ മാത്രമാണ് അപ്പോഴിവിടെ ഉണ്ടായിരുന്നത്. അവരാരും തന്നെ അങ്ങനെ ഒരു സ്ത്രീയെയോ കുട്ടിയെയോ കണ്ടിരുന്നില്ല. പരിഭ്രാന്തനായി അയാൾ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഇടയ്ക്ക് ശൂന്യതയിലേക്ക് തുറിച്ചു നോക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അയാൾക്ക് പരിസരബോധം നഷ്ടപ്പെട്ടതായി എനിക്ക് തോന്നി. അധികം താമസിയാതെ ഏതോ അദൃശ്യശക്തി പ്രേരിപ്പിച്ചതുപോലെ അയാൾ ധൃതിയിൽ ബീച്ചിലേക്ക് നടന്നു. ചീട്ട് കളിച്ചിരുന്ന 2-3 ചെറു സംഘങ്ങളെ ഒഴിച്ചാൽ മണൽപ്പുറം ശൂന്യമായിരുന്നു. കാർഡ്സ് കളിയിൽ മുഴുകിയിരുന്ന അവർ അയാളെയോ എന്നെയോ ശ്രദ്ധിച്ചില്ല. കാണാതെ പോയവരെ ആ ഗ്രൂപ്പിൽ തിരയേണ്ട കാര്യമേയില്ല. എങ്കിലും അയാൾ അവിടെ കൂടിയിരുന്ന എല്ലാവരെയും ശ്രദ്ധാപൂർവം പരിശോധിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയത്. ബീച്ചിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റിന് താഴെ പ്രകാശത്തിന്റെ ഒരു വൃത്തം രൂപപ്പെട്ടിരുന്നു. ആ പ്രകാശവൃത്തത്തെ ചുറ്റി നിന്ന് കട്ട പിടിച്ച ഇരുട്ടിലേക്ക് തുറിച്ചു നോക്കി കുറെ നേരം ചലനമില്ലാതെ നിന്ന അയാൾ ഓർക്കാപ്പുറത്ത് ഇരുട്ടിലേക്ക് കുതിച്ചു. പിന്നെ ഒരു അസാധാരണ ശബ്ദത്തിൽ വിദൂരമായ പ്രതീക്ഷയോടെ അയാൾ ഉറക്കെ വിളിച്ചു, ആശേ, ആശേ. ആ ഇരുട്ടിലെവിടെയോ അവർ മറഞ്ഞിരിക്കുകയാണെന്നും തന്റെ വിളി കേട്ട് അവർ ഇറങ്ങി വരുമെന്നും വിശ്വസിക്കുന്നത് പോലെ അയാൾ ആ വിളി ആവർത്തിച്ചു, ആശ, ആശ. കുറച്ചു കഴിഞ്ഞ് ആരുടെയോ ആജ്ഞയ്ക്കും വഴങ്ങും വിധം ആ ശ്രമം പെട്ടെന്ന് ഉപേക്ഷിച്ച് അയാൾ കടലിലേക്ക് നോക്കി നിന്നു.
പിന്നെ തൻ്റെ തല താങ്ങിപ്പിടിച്ച് തകർന്നടിഞ്ഞ പോലെ അയാൾ മണലിലേക്ക് ഇരിപ്പുറപ്പിച്ചു. കടലിൽ നിന്ന് ചീറിയടിച്ചുകൊണ്ടിരുന്ന തണുത്ത കാറ്റേറ്റ് അയാൾ വിറയ്ക്കുന്നുണ്ടെന്ന് തോന്നി. ഞാൻ അയാളുടെ ഭാവമാറ്റങ്ങളെ വിലയിരുത്താൻ ശ്രമിച്ചു. ഒരുപക്ഷെ തികച്ചും അസാധാരണമായ ഇത്തരം ഒരവസ്ഥയിൽ ഏതൊരാളും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിച്ചേക്കുമെന്ന് എനിക്ക് തോന്നി. നിമിഷങ്ങൾ കടന്നപ്പോൾ അയാൾ സാധാരണ നില വീണ്ടെടുത്തെന്ന് തോന്നി. ആ തോന്നൽ ശരിവയ്ക്കും പോലെ അയാൾ എനിക്ക് നേരെ നോക്കി. ക്ഷമിക്കണം, മഞ്ഞുള്ള ഈ രാത്രിയിൽ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കുക. ഒരു സഹായം കൂടി ഞാൻ ആവശ്യപ്പെട്ടാൽ? ഞാൻ ചോദ്യഭാവത്തിൽ അയാളെയും പിന്നെ യാന്ത്രികമായി എൻ്റെ വാച്ചിലേക്കും നോക്കി. അപ്പോൾ തന്നെ ഏറെ വൈകിയിരുന്നു. വീട് വരെ എന്നെ ഒന്ന് ഒരുപക്ഷെ ആശയം മോളും എങ്ങനെയെങ്കിലും തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിലോ? അയാൾ സങ്കോചത്തോടെ ചോദിച്ചു. ആ തണുത്ത രാവിൽ ഏറെ ദൂരം വീണ്ടും ബൈക്ക് ഓടിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അയാളുടെ അഭ്യർത്ഥന തട്ടിക്കളയാനും തോന്നിയില്ല. എൻ്റെ മനസ്സ് വായിച്ചതുപോലെ അയാൾ ഇടപെട്ടു. ബുദ്ധിമുട്ടാണെങ്കിൽ സാരമില്ല, പോകാം. അയാൾ തുടരാൻ അനുവദിക്കാതെ ഞാൻ പറഞ്ഞു. തീരെ ആലോചിക്കാതെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന തോന്നലോടെയാണ് ഞാൻ ബൈക്കിനരികിലേക്ക് നടന്നത്. അയാൾ പറഞ്ഞ വഴിയിലൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളും പൊന്തി വന്നു. അവ എന്നെ അലട്ടാനും ഭയപ്പെടുത്താനും തുടങ്ങി. അയാളോട് എന്തെങ്കിലും സംസാരിച്ച് ആ നിമിഷങ്ങൾക്ക് അല്പം അയവ് വരുത്താൻ എന്തുകൊണ്ടോ എനിക്ക് കഴിഞ്ഞില്ല. ബൈക്ക് ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കാൻ ശ്രമിച്ചു. ദൂരം പിന്നിടുന്തോറും ഹൈവേയിൽ വെളിച്ചം തീരെ കുറഞ്ഞു വന്നു. ചീറിയടിക്കുന്ന തണുത്ത കാറ്റിന് ശക്തി കൂടി. ദീർഘദൂരം ബസ്സുകളും അമിതഭാരം കയറ്റിയ ലോറികളും അലർച്ചയോടെ ഇടയ്ക്ക് കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടോ നേരിയ ആശ്വാസം തോന്നി. ഹൈവേ പിന്നിട്ട് വലത്തോട്ടുള്ള ഇടുങ്ങിയ റോഡിൽ പ്രവേശിച്ചപ്പോൾ ഇരുട്ടിന് കട്ടി കൂടി. അപരിചിതവും ശൂന്യമായ ആ റോഡിലൂടെ നീങ്ങുമ്പോൾ എൻ്റെ മനസ്സ് സ്വയം പഴിക്കാൻ തുടങ്ങി. അപരിചിതനായ ഒരാൾ പറഞ്ഞത് പെട്ടെന്ന് വിശ്വസിക്കുക, അയാൾ പറഞ്ഞ വഴികളിലൂടെയൊക്കെ ബൈക്ക് ഓടിക്കുക, അതും മഞ്ഞും ചീറിയടിക്കുന്ന കാറ്റുമുള്ള രാത്രിയിൽ. ഇനി ലെഫ്റ്റിലേക്ക് എന്നയാൾ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തയിൽ നിന്നുണർന്നു. പിന്നീടുള്ള യാത്ര ടാറ് ചെയ്യാത്ത വെട്ടുവഴിയിലൂടെയായി. വേഗത കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നേരിയ ആശ്വാസം തോന്നിയത് അപൂർവമായെങ്കിലും ചില വീടുകൾ കാണാൻ തുടങ്ങിയപ്പോഴാണ്. പക്ഷേ ഏതോ ക്ഷേത്ര മതിൽക്കെട്ട് ചുറ്റി താഴേക്ക് നീങ്ങുമ്പോൾ വഴി കൂടുതൽ കല്ലും കട്ടയും നിറഞ്ഞതായി. ദൂരം പിന്നിടുന്തോറും വീടുകൾ കുറയാൻ തുടങ്ങി. ആ വഴിയിലൂടെ ഒരു സ്ത്രീയും കുട്ടിയും കടന്നുപോയതായി സങ്കല്പിക്കാൻ എന്തുകൊണ്ടോ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ മനസ്സിൽ സംശയവും ആശങ്കയും കലർന്ന ഭയത്തിൻ്റെ കനലുകൾ വീണ്ടും തെളിഞ്ഞു. എങ്കിലും നിശ്ചയമില്ലാത്ത വഴികളിലൂടെ വളരെ പതിയെ മുന്നോട്ടു പോയി. കുറേ ദൂരം. ഒടുവിൽ വഴി അവസാനിക്കാറായെന്ന് തോന്നിക്കുന്ന ഒരു കൂറ്റൻ മരത്തിനരികെ എത്തിയപ്പോൾ സ്ഥലമെത്തിയെന്ന് അയാൾ പറഞ്ഞു. ബൈക്ക് നിർത്തി ചുറ്റും നോക്കി. ഒരു കാടിനകത്ത് കടന്ന പ്രതീതി. ചുറ്റും പേരറിയാത്ത ഏതൊക്കെയോ മരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ. ആ കാണുന്നതാണ്. കുറച്ചകലെ വെളിച്ചം കാണുന്ന ഭാഗത്തേക്ക് ചൂണ്ടി അയാൾ പറഞ്ഞു. കരിയില മൂടിയ വഴിയിലൂടെ അയാൾക്ക് പിന്നിലായി നടക്കുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. മുന്നിൽ വീടിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. നന്നേ പഴക്കം ചെന്ന് ചെറിയ ഇരുനില കെട്ടിടം. ആ വീടിൻ്റെ ദൃശ്യം മനസ്സിൽ ഭീതി കോരിയിട്ടു. ആ വീടിനുള്ളിൽ എന്നെങ്കിലും ഒരു സ്ത്രീയോ കുട്ടിയോ താമസിച്ചിട്ടുള്ളതായി സങ്കല്പിക്കാനായില്ല. എന്തിനെയോ ഭയപ്പെടുന്നത് പോലെയാണ് അയാൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചത്. പക്ഷേ പെട്ടെന്ന് അയാളുടെ ചലനങ്ങൾ ഭയപ്പെടുത്തും വിധം ചടുലമായി. പിന്നെ കൊടുങ്കാറ്റുപോലെ അയാൾ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. കുറച്ചുനേരം വീടിനകത്ത് നിന്ന് നേരിയ ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. അയാളോട് യാത്ര പറയാതെ മടങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു നിലവിളി കേട്ടു. പിന്നെ അലറിക്കരയുന്ന ശബ്ദം. മുകളിലത്തെ നിലയിൽ നിന്നുയർന്ന ആ നിലവിളിയും കരച്ചിലും അയാളുടേത് തന്നെയെന്ന് എനിക്ക് തോന്നി. അകത്ത് കടന്ന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ എനിക്ക് ധൈര്യം കിട്ടിയില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവുമില്ലാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് സ്വിച്ച് ഓഫാക്കിയതുപോലെ ആ കരച്ചിൽ നിലച്ചു. പരിപൂർണ നിശബ്ദത എന്നെ വേട്ടയാടാൻ ആരംഭിച്ചപ്പോൾ ധൈര്യം സംഭരിച്ച് ഞാൻ ആ വീടിനകത്തേക്ക് നടന്നു. മുകളിലെ നിലയിലെത്തി ഞാൻ കണ്ട കാഴ്ച അസാധാരണവും ഞെട്ടിക്കുന്നതുമായിരുന്നു. അയാൾ വീണതുപോലെ നിലത്ത് കമഴ്ന്നു കിടക്കുകയാണ്. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ ചുറ്റും നോക്കി. എനിക്ക് സാധാരണ നില വീണ്ടെടുക്കാനായപ്പോൾ ഞാൻ അയാളെ ശ്രദ്ധിച്ചു നോക്കി. അയാൾ ശ്വാസം എടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ടതാവാമെന്ന് ഞാൻ ഊഹിച്ചു. പക്ഷേ എങ്ങനെ? അപ്പോഴാണ് തൊട്ടടുത്ത ടേബിളിൽ ഉണ്ടായിരുന്ന ഫോട്ടോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു യുവതി. എന്തുകൊണ്ടോ അപ്പോഴെനിക്ക് ഭയമാണ് തോന്നിയത്. എന്തിനാണ് അയാൾ നിലവിളിച്ചത്? വെള്ളം മുഖത്ത് വീണപ്പോൾ ഗാഢനിദ്രയിൽ നിന്ന പോലെ കണ്ണുകൾ പണിപ്പെട്ട് തുറന്ന അയാൾ പരിഭ്രമത്തോടെ ചുറ്റും കണ്ണോടിച്ചു. എന്നെ ആദ്യമായി കാണുന്നത് പോലെ അയാൾ എൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. നിങ്ങൾ ആരാണ്? എന്താണ് വേണ്ടത്? അടുത്ത നിമിഷം അയാൾ ചാടിയെണീറ്റ് വിചിത്രഭാവത്തോടെ അതേ ചോദ്യം ആവർത്തിച്ചു.
മണിക്കൂറുകൾ അയാളോടൊപ്പം ഉണ്ടായിരുന്ന ഞാൻ ആരാണെന്ന് അയാൾ ചോദിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. എങ്കിലും ഉത്തരം പറയാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ ബീച്ച് റോഡിൽ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞും. എന്നെ തുടരാൻ അനുവദിക്കാതെ ഒരു നാടകത്തിൽ എന്ന പോലെ അയാൾ ഇടപെട്ടു. ഓർത്തു നോക്ക്, വിധി എത്ര ക്രൂരമാണ്. 1 വർഷം മുൻപ് ഇതേ ദിവസം, അതെ, എൻ്റെ വിവാഹ വാർഷികത്തിന്, അന്നാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്. ഓർത്തു നോക്ക്, ബൈക്ക് ഓടിച്ച് ഞാൻ രക്ഷപ്പെടുക, പിന്നിലിരുന്ന് എൻ്റെ ഭാര്യയും കുഞ്ഞും. എന്തിനാണ് വിധി എന്നെ മാത്രം രക്ഷപ്പെടുത്തിയത്? ശൂന്യതയിലേക്ക് നോക്കി അയാൾ കുറച്ചു നേരം നിന്നു. പിന്നെ പരിസരബോധം വന്ന പോലെ എനിക്ക് നേരെ തിരിഞ്ഞു. അതിരിക്കട്ടെ, നിങ്ങൾ? എന്നെ തുറച്ചു നോക്കി ആശയക്കുഴപ്പത്തോടെ അയാൾ ചോദിച്ചു. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല. അയാളുടെ ക്ഷമ നശിച്ചിരുന്നു. അയാളുടെ ഭാവപകർച്ച എന്നെ ഭയപ്പെടുത്തി. നിങ്ങൾ ആരാണ്? എൻ്റെ മൗനം കണ്ട് അയാൾക്ക് കോപം വന്നു. പറയാൻ, ആരാണ് നീ?